പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സങ്കീർത്തകൻ 71:20 പറഞ്ഞു വയ്ക്കുന്നത്, ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി, എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും. അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും പൂർണ്ണമായും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ മുമ്പിൽ നമ്മളെ അനുഗ്രഹിക്കാനായി വന്നിരിക്കുന്ന ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും നമ്മെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കവി ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക, നീ പറയുന്നു കാറ്റ് നിനക്കിഷ്ടമാണെന്ന്, എന്നാൽ കാറ്റ് ഒന്ന് ആഞ്ഞു വീശുമ്പോൾ കടന്നു വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കുമ്പോഴും ദൈവം വേദനകൾ, സന്തോഷങ്ങൾ, വിഷമസന്ധികൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറയുന്നു, വേദനകൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട, കുരിശുകൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട. പ്രിയം നിറഞ്ഞവരെ, ഇവിടെ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നുണ്ട്. കുരിശുകൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല എന്ന ഈശോ തന്നെ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. എന്നെ നിഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നെ നിഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് എന്നെ അനുദിനം അനുഗമിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. പ്രിയം നിറഞ്ഞവരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കുരിശുകൾ, സഹനങ്ങൾ, വിഷമസന്ധികൾ, വേദനകൾ, ഇവയൊക്കെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത്? എങ്ങനെയാണ് ഞാൻ അവയോടെല്ലാം പ്രതികരിക്കുന്നത്? ഒരുപക്ഷെ ഇവയെല്ലാം എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണോ എന്ന് ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു പോകുന്നു. ദൈവത്തോട് തന്നെ മറുതലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒട്ടുമിക്ക ആശ്രമങ്ങളിലും ഒത്തിരി വിശുദ്ധരുടെ ചിത്രങ്ങൾ ചുമരിൽ തൂക്കിയിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ വിശുദ്ധരുടെ കൈകളിലും തന്നെ കുരിശുണ്ട്. ഒരുപക്ഷെ അവർ വാരിപ്പുണരുന്നതായിട്ടോ, അവർ ചങ്കോട് ചേർത്ത് വയ്ക്കുന്നതായിട്ടോ, അവരൊത്തിരി സ്നേഹത്തോടെ ചുംബിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കാണും. ഒരുപക്ഷെ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ കുരിശുകൾ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? ഈ ചിത്രത്തിൽ എന്തിനാണ് ഈ കുരിശുകളുടെ ആവശ്യം? പ്രിയം നിറഞ്ഞവരെ, അവരൊന്നും ആ കുരിശുകളെ വെച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് ഫോഴ്സ് ചെയ്തിട്ടുള്ളവരല്ല. പകരം അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള കുരിശുകളെ, വേദനകളെ, സങ്കടങ്ങളെയൊക്കെ അവർ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവരാരും തന്നെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, മറിച്ച് ദൈവം നൽകുന്ന സഹനങ്ങളെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവർ ചേർത്ത് വെച്ചു, തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർ വഹിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ പത്രോസിൻ്റെ ഒരു ചെറിയ കഥ നമുക്കറിയാമായിരിക്കാം. റോമിൽ വീണ്ടും ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ ഉയരുമ്പോൾ പത്രോസ് അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നുണ്ട്.
എന്നാൽ ഓടുന്നതിനിടയിൽ പത്രോസ് ഒരു കാഴ്ച കാണുകയാണ്. ക്രിസ്തു കുരിശുമായിട്ട് തൻ്റെ എതിരെ വരുന്നു. കുരിശുമായി വരുന്ന ഈശോയോട് പത്രോസ് ചോദിക്കുന്നുണ്ട്, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? ഈശോ പറയുകയാണ്, എൻ്റെ സഭ, എൻ്റെ മക്കൾ അവിടെ വേദന അനുഭവിക്കുന്നു, എൻ്റെ മക്കൾ അവിടെ അടിച്ചമർത്തപ്പെടുന്നു, അവരവിടെ സഹിക്കുന്നു, അവരവിടെ മരിക്കുന്നു, ഞാനും അവരുടെ സഹനത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് പോവുകയാണ്. ഇത് കേട്ടതോടെ പത്രോസിൻ്റെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. പത്രോസ് വീണ്ടും മനസ്സിലാക്കുന്നു, ഞാൻ എന്ന വ്യക്തി ക്രിസ്തുവിനെ പ്രതി മരിക്കേണ്ടതല്ലയോ. പത്രോസ് വീണ്ടും തിരിച്ചു പോവുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നും ആ കുരിശു വാങ്ങി പത്രോസ് വീണ്ടും റോമിലേക്ക് തിരിച്ചു പോവുകയാണ്, രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ കുരിശുകളെ എങ്ങനെ കാണുന്നു? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന വേദനകളെ ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഒരു കരുണയുടെ മണിക്കൂർ കർത്താവിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എൻ്റെ ഭവനത്തിൻ്റെ നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഒരു കരുണയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിയോഗങ്ങൾ അറിയിച്ച എല്ലാ വ്യക്തികളെയും സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നമ്മുടെ ജീവിതങ്ങളും ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാനുള്ളതാണെന്ന് നമുക്ക് ഓർക്കാം. 3 തരം ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയുക. 3 തരം ക്രിസ്ത്യാനികളുണ്ട്. ഒന്നാമത്തെ ക്രിസ്ത്യാനികൾ, അവർ കുരിശു വരയ്ക്കുന്നവരാ. പള്ളിയിൽ കയറുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ ആരംഭത്തിലൊക്കെ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവർ കുരിശു വരയ്ക്കുന്നു. രണ്ടാമതൊരു തരം ക്രിസ്ത്യാനികളുണ്ട്. അവർ കൊന്തയുടെ അറ്റത്തും കഴുത്തിൽ ഒരു കുരിശായിട്ട് അവർ കുരിശിനെ അണിയുന്നവരാണ്. എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് വർഷങ്ങളോളം ഞാൻ ക്രിസ്തു മാർഗത്തിലൂടെ ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവർ ഒരു കുരിശ് കഴുത്തിലണിയുന്നു. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവർ ഈശോയെ പ്രതി, ഈശോയോ നൽകിയിട്ടുള്ള ഈ വലിയൊരു ജീവിതത്തിൽ അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി അവർ കുരിശുകൾ വഹിക്കുന്നവരാണ്. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള കുരിശുകളെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി അവർ വഹിക്കുന്നു. ഈ മൂന്നാമത്തെ കൂട്ടരെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് ഒരു പക്ഷെ വിളിക്കാൻ പറ്റുക. ദൈവം നൽകുന്നവയെ സ്വീകരിക്കാനും അവ സ്വീകരിച്ചാൽ മാത്രം പോരാ, ദൈവത്തിന് പകരമായി നന്ദി പറയാനും നമ്മൾ കടപ്പെട്ടിട്ടുള്ളവരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.